ഒഴിവാക്കാൻ പറ്റില്ല, പകരം മറ്റൊരു സംവിധാനം വരാത്തത് കൊണ്ട്. പക്ഷേ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് വെക്കരുത്. പിന്നെ പക്ഷി പറന്നാലും കാക്ക കരഞ്ഞാലും ഒക്കെ ശകുനം നോക്കുന്ന സമ്പ്രദായം അതും ഉണ്ടാവരുത്. ഈ സ്വഭാവത്തിൽ ജീവിച്ച് എല്ലാം പടച്ചവനിൽ ഭാരമേൽപ്പിക്കുന്ന ആളുകൾക്ക് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചൂട് വെക്കരുത്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രിക്കുകയോ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യരുത്. ശകുനം നോക്കുകയോ ശകുനത്തിൻ്റെ പേരിൽ മുടങ്ങുകയോ തുടങ്ങുകയോ ചെയ്തുകൂടാ. അതുപോലെ തന്നെ എല്ലാം പടച്ചവനിൽ ഭാരമേൽപ്പിക്കണം. എവിടെ നിൽക്കുന്നു ദീൻ മന്ത്രത്തിൻ്റെ കാര്യത്തിൽ? വേണ്ടാന്ന. വേറെ ഹദീസ്, ഇന്ന റുഖ വത്തമായിമ വത്തവലത്ത ഷിർക്കുൻ. 3 കാര്യങ്ങൾ ഷിർക്കാണ്. പിന്നൊരു മുസ്ലിം ആ ഭാഗത്തേക്ക് പോവില്ല. മന്ത്രങ്ങൾ, ഏലസുകൾ, ഐക്കല്ലുകൾ. ഏലസ്, ഐക്കല്ല് എന്നൊക്കെ ഏതാണ്ട് മലയാളത്തിൽ തുല്യ പദങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയാണ്. ശരീരത്തിൽ കെട്ടുന്ന പല സാധനങ്ങൾ. തവലത്ത് എന്ന് അറബിയിൽ പറയാറ് ഭാര്യയ്ക്ക് ഭർത്താവിനോ ഭർത്താവിന് ഭാര്യയോടോ കൂടുതൽ സ്നേഹം തോന്നണമെന്ന് വിചാരിച്ച് കെട്ടുന്ന സാധനങ്ങളെയാണ് പറയാറ്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. പഠിക്കാവുന്ന തരത്തിൽ പറഞ്ഞു പോവുക. മന്ത്രങ്ങൾ ഷിർക്കാവുന്നു, ഏലസുകൾ ഷിർക്കാവുന്നു, ഐക്കല്ലുകൾ ഷിർക്കാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പാടായി. മനിക്തവ അവിസ്തറക ഇസ്തബ്രാമിന തവക്കുൽ. 3-ാമത്തെ ഹദീസ്. ഞാൻ ആദ്യം പറഞ്ഞ 2 ഹദീസുകളും ബുഖാരി മുസ്ലിമിൻ്റെതാണ്. ഈ ഹദീസ് തിർമിദി ഉദ്ധരിക്കുന്നതാണ്, സഹീഹ് ഹദീസാണ്. ഒരാൾ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയോ ചൂട് വെക്കുകയോ ചെയ്താൽ അയാളും തവക്കുലും തമ്മിൽ വിട്ടുപോയി. പടച്ചവനിൽ ഭരമേൽപ്പിക്കുക എന്ന സ്വഭാവത്തിൽ നിന്ന് വിട്ടുനിന്നു. അപ്പം മന്ത്രങ്ങൾ എന്ന് പറയുന്ന, മന്ത്രിക്കുക എന്ന് പറയുന്ന ആ സമ്പ്രദായത്തോടുള്ള ദീനിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അത് വേണ്ട, വിട്ടുനിന്നേക്ക്, വിലക്കപ്പെട്ടതാണ്, ഉപേക്ഷിച്ചേക്ക് എന്നാണ്. എന്നിട്ട് പിന്നെയാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെ രീതി കാണുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച നൽകി. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ആദ്യം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം പറഞ്ഞിട്ട്, അല്ല, നമ്മുടെ ഷഹാത്ത് കലിമ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? ലാ ഇലാഹ, ഒരൊറ്റ ഇലാഹു ഇല്ല എന്നാണ്. എല്ലാറ്റിനും അള്ള അടക്കം ഒരു ഇലാഹു ഇല്ല എന്ന സംസാരത്തിന്റെ തുടക്കം അല്ലേ? ലാ ഇലാഹ. പക്ഷെ ആരുണ്ട്? അള്ള ഇലാഹായിട്ട് ബാക്കിയുണ്ട്, ഒരു ഇലാഹിനെ മാത്രം. അതാ ലാ ഇലാഹ, പിന്നെ ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. അതേ രീതി തന്നെ ഇവിടെയും ഒരൊറ്റ റുഖിയത്തും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിട്ടുവീഴ്ച നൽകി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഹദീസിലെ വാക്കുകൾ അങ്ങനെയാണ്. റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റുഖിയ അനിൽ ഹുമതി. ബുഖാരിയുടെ ഹദീസ്. വിഷം തീണ്ടുന്ന സമയത്ത് മന്ത്രിക്കാൻ പ്രവാചകൻ വിട്ടുവീഴ്ച നൽകി. റഖസലി ആലി ബൈത്തിൻ മിൻ അനിൽ അൻസാർ. അൻസാരികളിൽപ്പെട്ട ഒരു കുടുംബത്തിന് പ്രവാചകൻ വിട്ടുവീഴ്ച നൽകി. ഫിർ റുഖിയ, മന്ത്രിക്കാൻ, മിനൽ ഹുമതി വല്ലുദിനി, ചെവിക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും വിഷം തീണ്ടിയാലും മന്ത്രിക്കാൻ അനുമതി നൽകി. ഔഫ് ബിൻ മാലിക്കിൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്ന ഒരു വാചകം ബുഖാരിയിൽ കാണുന്നു. പ്രവാചകരെ, ഞങ്ങൾ നേരത്തെ മന്ത്രിക്കാറുണ്ടായിരുന്നു, നിങ്ങളത് വിരോധിച്ചു, എന്താ അപ്പം അതിൻ്റെ ഹാല് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബിയുടെ മറുപടി, അഗ്രിളു അലൈന റുഖാക്കും. നിങ്ങളുടെ എന്താണ് ആ മന്ത്രം? മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടായില്ല, നിങ്ങൾ എന്താണ് ഈ മന്ത്രമായി പറയുന്ന പദങ്ങൾ? അത് എനിക്ക് കാണിച്ചതാ. ലാ ബഅസ മിനുർ റുഖാ മാലം യകുൻ ഫീഹി ഷിർക്കുൻ. ഷിർക്കിന്റെ പദങ്ങൾ കലരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുകയോ പ്രാർത്ഥിക്കുകയോ അവ്യക്തമായ വാക്കുകളോ പ്രയോഗങ്ങളോ ശൈത്താനീയത്തുകളോ ഇല്ലെങ്കിൽ വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ആ വിട്ടുവീഴ്ചയുടെ രീതിയാണ് പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ മാതൃ സഹോദരൻ പണ്ട് ജാഹിലി കാലത്ത് മന്ത്രങ്ങളൊക്കെ ചെയ്യാറുള്ള ഒരാളാണ്. വിരോധിച്ചു എന്ന് കേട്ടു. പിന്നീട് എവിടെയോ വിട്ടുവീഴ്ച ആർക്കോ കൊടുത്തു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പ്രവാചക സന്നിധിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എന്താ ഞാൻ ചെയ്യുക? എന്താ? മന്ത്രിച്ചോട്ടെ, ഈ തേള് കുത്തിയാലൊക്കെ ഒരു മന്ത്രം ഞാൻ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫൽ. നിങ്ങളിൽ ആർക്കെങ്കിലും നല്ല കൂട്ടുകാരന് വല്ല ഉപകാരവും ചെയ്യാൻ പറ്റിയാൽ ചെയ്തോളൂ എന്ന് വെച്ചാൽ മന്ത്രിക്കാൻ പറ്റുന്ന ആളുകൾ മന്ത്രിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആദ്യത് വിരോധിച്ച് നിർത്തിയിട്ട് ഒരു വിട്ടുവീഴ്ച എന്ന നിലക്ക്, പിന്നെ സൗമനസ്യം എന്ന നിലക്ക് എല്ലാറ്റിലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിട്ടുവീഴ്ച നൽകി. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമുക്കും മനസ്സിലായില്ലല്ലോ എന്താണ് എത്രത്തോളം ആവാന്നൊക്കെ.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ചെയ്തത്, നാം അങ്ങനെ പറയാൻ കാരണം ആ ഹദീസുകൾ മുഴുവൻ വായിച്ചാൽ കിട്ടുന്ന രീതിയാണത്. പിന്നീട് ചെയ്തത് തൻ്റെ വാക്കുകൾ കൊണ്ടും തൻ്റെ പ്രവൃത്തികൾ കൊണ്ടും തൻ്റെ മൗനാനുവാദങ്ങൾ കൊണ്ടും പ്രവാചകൻ അത് അംഗീകരിച്ചു തന്നു എന്നതാണ്. മന്ത്രം എന്നതൊരു വിശ്വാസിക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്ന മട്ടിൽ അംഗീകരിച്ചു തന്നു. ഹദീസുകൾ കേൾക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തക ഖറ അലൈഹി ബിൽ മുഅവ്വിദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല രോഗങ്ങളോ മറ്റോ വന്നാൽ അദ്ദേഹം തനിക്ക് വേണ്ടി സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, സൂറത്തുൽ ഫലഖിനെയും സൂറത്തുൽ നാസിനെയും മുഅവ്വിദതൈനി എന്ന് പറയും, അഭയം ചോദിക്കാനുള്ള ഹദീസ് സൂറത്തുകൾ എന്ന അർത്ഥത്തിന്. കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസും കൂടി കൂടിയിട്ട്, സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കുന്ന സൂറത്താണ്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസും കൂടി കൂട്ടിയിട്ട് ഈ 3 സൂറത്തുകളെ മുഅവ്വിദാത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗങ്ങളോ അസുഖങ്ങളോ ഒക്കെ വന്നാൽ മറ്റ് ചികിത്സകളൊന്നും ചെയ്തില്ല എന്നല്ല, ഈ സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ തന്റെ പ്രവൃത്തി കൊണ്ട് അത് അംഗീകരിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, നബിയുടെ പേരക്കുട്ടികളായ 2 പേര്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ലഹുമാ, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ്മ, പരിപൂർണമായ പടച്ചവന്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്ഷ തേടുകയാണ്. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വഅൈനിൽ ലാമ, എല്ലാ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും എല്ലാ ദോഷമുള്ള കണ്ണുകളിൽ നിന്നും. ഐനുൽ ലാമ എന്നെല്ലാം കൂടി പറയുമ്പോൾ അസൂയാലുക്കളുടെ കണ്ണുകൾ, അതുപോലെ കുരുത്തം കെട്ടവരുടെ എല്ലാ നോട്ടങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷ തേടുന്നു, എല്ലാ വിഷജന്തുക്കളിൽ നിന്നുമൊക്കെ. അപ്പോൾ മക്കളെ അങ്ങനെ പേരമക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആ പ്രാർത്ഥന, ആ മന്ത്രം പ്രവാചകൻ ചെയ്തതായി പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതൊരു ഉദാഹരണം നിങ്ങളുടെ നാട്ടിലെ വയലുകളിലൊക്കെ കേട്ട് കാണും ധാരാളമായിട്ട്. വല്ലാണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു സംഭവമാണിത്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലെ ആശയം ഇതാണ്: